അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഊത്ത കവളും ആകപ്പാടെ ഉരുണ്ട് പുരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നോ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട്. അതെന്താണോ നിനക്കില്ലാത്ത? നിന്റെ ഏറ്റവും വലിയ തൊഴിൽ മറിമായത്തിൽ തുള്ളണാണ്, അഭിനയിച്ചുകൊണ്ടിറങ്ങണ. അപ്പം സത്യഭാമ, കലാമണ്ഡലം സത്യഭാമ, ഈ പേരും ഈ പേരിൻ്റെ ഉടമസ്ഥയെയും എൻ്റെ പ്രിയപ്പെട്ടവരൊന്നും അങ്ങോട്ട് മറന്നു കാണില്ലായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പ് കറുപ്പ് എന്ന നിറത്തെ ആക്ഷേപിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയ ഒരു വിഷജന്തു, അങ്ങനെ തന്നെ ഞാൻ പറയും, നമ്മുടെ സത്യഭാമ മാഡത്തിന്. കറുപ്പ് നിറമുള്ളവർ നൃത്തം ചെയ്താൽ ഒരു ചൊകവില്ലെന്ന് കാണാൻ ഇപ്പോൾ വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സത്യഭാമ. എന്തും പറഞ്ഞാൽ അറിയണ്ടേ നിങ്ങൾക്ക്? സ്നേഹ ശ്രീകുമാർ എന്ന് പറഞ്ഞ നടനെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സ്നേഹ. അവരും ഒരു ആർട്ടിസ്റ്റാണ്. മറിമായം സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. അവര് ഈ കറുപ്പ് നിറത്തെ ആക്ഷേപിച്ചുകൊണ്ട് അന്ന് നാളുകൾക്ക് മുമ്പ് സത്യഭാമ രംഗത്ത് വന്നപ്പോഴത്തേക്ക് സ്നേഹയും ആവശ്യത്തിന് നമ്മളൊക്കെ കൊടുത്തതാണല്ലോ, അതുപോലെ തന്നെ സ്നേഹയും ഒരു പോസ്റ്റിലൂടെ അവർക്കിട്ട് നല്ലൊരു കൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നാളിപ്പുറം അകത്ത് കിടന്നിങ്ങനെ തിളച്ച് സ്നേഹയോടുള്ള ആ ഒരു ദേഷ്യം ഇപ്പൊ അതങ്ങ് മറ്റേ പർവ്വതത്തിൽ നിന്ന് പൊട്ടത്തില്ലേ, വോൾക്കാനോ, അതുപോലെ പൊട്ടിയിരിക്കുകയാണ്. വായി വന്നതൊക്കെ അവരുടെ ചാനൽ വഴി വിളിച്ചു കൂവിയിട്ടുണ്ട്. അടുത്ത റൗണ്ട് തന്തയ്ക്ക് വിളി കേൾക്കാനുള്ള പരിപാടിയാണ് സത്യഭാമ മാഡം ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർ പറയുന്നതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അവരുടെ ചാനലിൽ പോയി നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ഭൂരിഭാഗം ആളുകളും അങ്ങനെ കണ്ട് അവർക്ക് റീച്ച് കൊടുക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവർക്ക് പിന്നെ അവർ പറയുന്നത്, ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ചാനൽ തുടങ്ങിയത് കാശിന് വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ നൃത്യങ്ങൾ ഞാൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി. കുറേ ആളുകൾ പറഞ്ഞായിരുന്നു, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയാവോടി എന്നൊക്കെ അന്ന് ആ ഒരു പരിപാടി നടന്ന സമയത്ത് ചോദിച്ചായിരുന്നു. അപ്പം ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കണം, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, അതുകൊണ്ട് തുടങ്ങിയതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് നോക്കാൻ പോകണ്ട, ഞാൻ കാണിച്ചു തരാം. ഈ വട്ട് കേസ് അവരുടെ വായിന്ന് അവരുടെ തീട്ടവാകൊണ്ട് വിളിച്ചു പറയുന്നത് അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് ഞാൻ ബാക്കി എന്തുകൊണ്ട് ആ വാക്ക് തീട്ട വാ കൊണ്ട് പറയുന്നു എന്ന് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. കേക്ക്. പക്ഷേ കലാലോകത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും അവർക്ക് എൻ്റെ അടുത്ത് മനസ്സുകൊണ്ട് അടുപ്പുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കാൻ അവർക്ക് സഹായിക്കില്ല. എന്താ അറിയോ? മീഡിയക്കാർ വളയും. എന്നെ വളഞ്ഞെങ്കിൽ ഞാൻ അതിന് തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആരും അവരെൻ്റെ അടുത്ത് വരാമെന്ന് ഭയക്കും, അത് സംശയമൊന്നുമില്ല. ഞാനിപ്പോഴും എല്ലാ ഇൻ്റർവ്യൂസിലും എനിക്ക് പറ്റുന്നിടത്തെല്ലാം ഞാൻ മീഡിയക്കാരെ ശരിക്ക് കൊടുക്കുന്നുണ്ട്. എന്താ അറിയോ? എനിക്ക് പറയാനുള്ള റൈറ്റും ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയും. ഞങ്ങളും പറയും. സത്യഭാമ മാഡം അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നമ്മളും പറയും. നിങ്ങളുടെ തീട്ട വാ കൊണ്ട് നിങ്ങൾ ഓരോ വൃത്തികേടുകൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് നമ്മളും വിമർശിക്കും, വലിച്ചങ്ങോട്ട് കീറും. അപ്പോൾ ഇരുന്നങ്ങ് കേൾക്കണം കേട്ടോ. നിങ്ങൾക്ക് മറ്റേ ഇന്റർവ്യൂലൊക്കെ പോയി മാധ്യമങ്ങളെ അങ്ങ് ആട്ടാലോ. മീഡിയക്കാർ മൊത്തം മോശക്കാർ, ജനങ്ങൾ മൊത്തം മോശക്കാർ, കറുത്ത നിറമുള്ളവർ മൊത്തം മോശക്കാർ, കറുത്ത നിറമുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവർ മോശക്കാർ. സത്യഭാമ മാഡം മാത്രം ചുന്ദരി മണി തിത്തിരി വാവയ അല്ലയോ? നിങ്ങൾ പറഞ്ഞതാണേ, നിങ്ങൾക്ക് പറയാനുള്ള പറയുമെന്ന് നമ്മളും പറയാൻ പോവാണേ. തുടങ്ങിയിട്ടില്ല. അന്ന് കുറെ വിഷമിച്ചായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു കടുകുമണിയാണ് ഇപ്പൊ തുടക്കത്തിൽ ചേച്ചി പറഞ്ഞത്. ഇനി അങ്ങോട്ട് കഥ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. കല പഠിച്ചിട്ടുള്ള ചിലരെന്നേ ഞാൻ പറയുള്ളൂ. ചിലരെ എന്നെ ദ്രോഹിച്ചിട്ട് തന്നെ ഉണ്ട്. ദ്രോഹിച്ച ദേഹോപദ്രവമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മീഡിയയിൽ ഇതിനകത്ത് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഓരോ പേജുകൾ അവരുടെ പേജ് ഓപ്പൺ ചെയ്തിട്ടാണോ എന്ന് അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഞാൻ ആ സമയത്ത് ഭയങ്കരമായ ഒരു വിഷമത്തിലിരിക്കണ ഒരു സമയമാണല്ലോ. ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളാരും വിശ്വസിക്കില്ല. സത്യമായുള്ള എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്നാൽ നിങ്ങളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും സങ്കടപ്പെട്ടു പോകും. മനസ്സിലായില്ലേ? സങ്കടപ്പെട്ടു പോകും. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല അറ്റാക്ക് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ എങ്ങും ഇല്ലാത്ത ആളുകൾ പോലും ഈ ന്യൂസ് ചാനൽ വഴി, ചിലപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും നോക്കാത്ത, അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും ന്യൂസ് ചാനൽ മാത്രം കണ്ടിരിക്കുന്നവർ,
അവര് നിങ്ങളുടെ ഈ കുന്തളിപ്പ് അവര് പോലും 2 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ തന്തയ്ക്ക് വിളിച്ച് കാണും. പിന്നെ തുടക്കത്തിലൊരു കാര്യം ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ വിട്ടുപോയി അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാൻ. അത് വേറൊന്നുമല്ല, ആരൊക്കെയോ ഇവരെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മീഡിയക്കാരെ പേടിച്ചിട്ട് പുറത്തേക്കൊന്നും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരെ സപ്പോർട്ട് ചെയ്യാതെയാണ്, അതല്ലാതെ ഇവരെ വിളിച്ചും ഇവരുടെ വീട്ടിൽ ചെന്ന് കാല് കഴുകി വെള്ളം കുടിച്ചുമൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലോ. ആരാ ചേച്ചി അത്? ആരാ നിങ്ങളെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത്? എന്തായാലും മനുഷ്യഗണത്തിൽപ്പെടുന്ന ആരും നിങ്ങളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? വല്ല അന്യഗ്രഹത്തിൽ നിന്ന് ഇനി ആരെങ്കിലും വന്നിട്ട് സപ്പോർട്ട് ചെയ്താണോ എന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അവരുടെ വീട്ടിൽ ചെന്നവരെ സപ്പോർട്ട് ചെയ്ത് ഫോണിൽ കൂടെ വിളിച്ച് സപ്പോർട്ട് ചെയ്തെന്ന് ഉള്ള വെടിവായ്ത്തരം എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ബാക്കി കേൾക്കാം. തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ എങ്ങനെ ടീച്ചർ ഇത് പിടിച്ചു നിന്നു എന്നുള്ളത് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഒരു ശക്തി എന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളിൽ പഠിച്ച ഒരുത്തി, ഇവൾ ഓട്ടംതുള്ളലാണ്, എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നീടാണ് അതറിഞ്ഞത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം, മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസൊക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത്. അതായത് മണികണ്ഠൻ അസാധ്യ കലാകാരനാണ്, നിയാസ് അസാധ്യ, അബൂബക്കറുടെ മകൻ നിയാസ് അസാധ്യ കലാകാരനാണ്. പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ്. പിന്നെ ആരാ, അതിൽ 3-4 പേരുണ്ട്, എല്ലാവരുടെ പേരും എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഊത്ത കവളും ആകപ്പാടെ ഉരുണ്ട് പുരണ്ടിരിക്കുന്ന ഒരുത്തി. അവള് വന്നിട്ട് നിങ്ങളെ ചെയ്തതൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പ് കേട്ടല്ലോ, നല്ല അട്ടർ ബോഡി ഷെയ്മിങ് ആണ് ഈ പെണ്ണുമ്പിള്ള അവിടെ ഇരുന്ന് അടിച്ചോണ്ടിരിക്കുന്നത്. ഇവരെ മാത്രം പറയരുത്. അയ്യോ, അവരെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, കേസൊക്കെ കൊടുത്ത് പെടുപ്പിക്കും നമ്മളെ. മറ്റേ ഇതല്ല കേട്ടാ, പെടുപ്പിക്കും. അകത്ത് കൊണ്ടുവന്ന് ഇടിയിപ്പിക്കൂടെ അവര്. ആ ഒരു മൂടുള്ള ആൻറ്റിയാ, മനസ്സിലായ? പക്ഷെ അവർക്ക് പറയാം. എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒരു സ്ത്രീയെ അവരാ പറയുന്നത്. ഇവർക്ക് എന്തെങ്കിലും ബോധമുണ്ടോ ഇവർക്ക്? ഇവരുടെ പേരിൽ അന്ന് ആക്ഷേപിച്ചതിന് ഇവരുടെ പേരിലൊക്കെ നല്ല രീതിയിൽ കേസൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ആയോ അതൊക്കെ നമുക്ക് അറിയാൻ പാടില്ല. പിന്നെ അതിൻ്റെ ഒന്നും ഇല്ലടേ. അത് കഴിഞ്ഞെന്ന് തോന്നുന്നു ആ കേസ്. അതുകൊണ്ടായിരിക്കും അടുത്ത് ഒപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. സ്ത്രീയെ, നിങ്ങൾ ഏത് കലാമണ്ഡലത്തിലാണ് പഠിച്ചത്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അവിടെ പഠിക്കുന്നവർക്കൊന്നും വിവരം വേണ്ടേ? നിങ്ങൾ പഠിച്ച കലാമണ്ഡലത്തിൽ എനിക്കറിയത്തില്ല, ഇവർ പഠിച്ച വേറെ ഏതോ കലാമണ്ഡലത്തിലാണ്. നമുക്ക് അറിയാവുന്ന ഒറ്റ കലാമണ്ഡലമേ ഉള്ളൂ. അവിടെ അല്ല കേട്ടോ ഇവർ പഠിച്ചത്. ഇവർ വേറെ ഏതോ ഇവരായിട്ട് ഉണ്ടാക്കിയെടുത്ത മറ്റേ കോഴിയെ കെട്ടിയിട്ട് കാറ്റ് കൊള്ളുന്ന ആ കലാമണ്ഡലത്തിലും കണ്ട ഇവർ പഠിച്ചത്. അല്ല, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അല്ല, ബോധമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? വന്നിരുന്നിട്ട് അവരൊരു സ്ത്രീയെ പറ്റി പറയുന്ന നോക്ക് നിങ്ങൾ. നമുക്ക് ബാക്കി കേൾക്കാം. ഇങ്ങനെയൊക്കെ സ്നേഹം എന്തായാലും ഇവരെ പറ്റി പറഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോസ്റ്റായിട്ടാണ് അവർ തന്നെ പറയുന്നുണ്ട്. അത് ഇവരുടെ വിവരക്കേടിനെ ചൂണ്ടിക്കാണിച്ചു തന്നെ ആയിരിക്കും, അല്ലേ? അല്ലാതെ ഒരിക്കലും ഇവരുടെ സൗന്ദര്യത്തെയോ ഇവരുടെ കണ്ണുകളെയോ മാൻമിഴി കണ്ണുകളെയോ ഒന്നും കളിയാക്കി കാണാൻ ചാൻസ് ഇല്ല. കാരണം അവർക്ക് ഇച്ചിരി ബോധമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ബാക്കി കേൾക്കാം. എന്നെ പറഞ്ഞെന്താ അറിയോ? അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി അതിന്, നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് കേട്ടാ. നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ള നീ വിചാരിച്ചില്ല അല്ലേ? വിചാരിച്ചാ? നീ ഇത് കേൾക്കണം. അതിന് തന്നെയാണ് ഞാൻ പറയണത്. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ. എന്തു പറ്റി കളിക്കാൻ പാടില്ലാത്ത? നിനക്ക് ഡാൻസിന് ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളലെടുത്തേ. എന്നിട്ട് നീ എന്തെന്ന് തുള്ളിക്കൊണ്ട് നടക്കണം? ഇപ്പോൾ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ? അതെയാ? നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും. എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ കേട്ടാ. നീ ആരെ കൂടിയൊക്കെ ഞാൻ ആ സ്ത്രീ ഒന്ന് കളിക്കാവോ? നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ. അത് നീ ഓർത്തോ. മനസ്സിലായ സ്നേഹ അത് ഓർക്കണം കേട്ടാ. സ്നേഹ ഇറങ്ങുന്നതിന് മുമ്പ് ചായവും പൂശി അവർ ഇറങ്ങിയതായിരുന്നു ഫീൽഡിൽ. അവർക്ക് കളിക്കാൻ അറിയാം നന്നായിട്ട്. ചേച്ചി, അവർ ഈ സ്നേഹ എന്ന് പറയുന്ന ആള് സത്യഭാമ ആൻറ്റി നിങ്ങളോട് കളിക്കാന്നല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ കുളിച്ച് കാണിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ഡാൻസ് കളിച്ച് കാണിക്കാന്നല്ലേ ചോദിച്ചത്? വേറെ കളിയൊന്നും അല്ല, ഡാൻസ് കളിച്ച് കാണിക്കാവോ എന്നല്ലേ ചോദിച്ചത്? കുളിച്ച് കാണിക്കാനൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, നിങ്ങളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ അവർ സ്ത്രീ എന്ന് വിളിച്ചെന്ന്, പോസ്റ്റിനകത്ത് സ്ത്രീ എന്ന് വിളിച്ചെന്ന്. അതാണിപ്പോൾ പ്രശ്നം, സ്ത്രീ എന്ന് വിളിച്ചെന്ന്. പിന്നെ നിങ്ങളെ പിന്നെ എന്നാ വിളിക്കണ്ടേ?
നിങ്ങളെ പിന്നെ എന്നാ അമ്മച്ചി, നിങ്ങളെ പിന്നെ എന്നാ വിളിക്കണ്ടേ? നിങ്ങൾ പറ, ജന്തു എന്ന് വിളിക്കണോ? അല്ല, അങ്ങനെ വിളിച്ചാൽ മതിയെങ്കിൽ ഓക്കെ. ഇനിയും തൊട്ട് കേരളക്കര പ്രിയപ്പെട്ടവരെ, ഇനി അവരെ ജന്തു എന്നേ വിളിക്കാവുള്ളേ കേട്ടോ. ഇനി ആ സ്ത്രീ എന്നൊന്നും പറയല്ലേ. സത്യഭാമ മാഡത്തിനെ ഇനി സ്ത്രീ എന്ന് വിളിക്കല്ലേ ആരും. ആ ജന്തു, അതാണ് ചേച്ചിക്ക് ഇഷ്ടം. ബാക്കി കേൾക്കാം. ഈ നിന്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ്, മനസ്സിലായ? നീ സ്ത്രീ എന്ന് വിളിക്കാനായിട്ട് ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാൻറ് ഷർട്ട് ഇട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്ന ആണോടി? നീ എന്നെ പറഞ്ഞ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ എനിക്കെതിരെ കൊണ്ട് കൊടുക്കുക, അപ്പം ഞാൻ നിൻ്റെ പുറകെ വരാം കേട്ടാ. നീ പറഞ്ഞില്ല എൻ്റെ അടുത്ത് കളിക്കാനായിട്ട്. നീ ഒന്ന് കളിച്ചേ, നീ പഠിച്ചത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് അറിയണത് നീ തുള്ളലാണ് പഠിച്ചതെന്നുള്ളത്. തുള്ളൽ ഭയങ്കരമായ ഒരു തൊഴിലാണ്, അത് സത്യം സമ്മതിച്ചു. നീ അത് തുള്ളു. നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടില്ല നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത്. നീ വലിയ ആർട്ടിസ്റ്റാന്നാ നിൻ്റെ വിചാരം? നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട്? എന്ത് കളിക്കാൻ? നിനക്ക് ഇപ്പം കളി കാണണം. എൻ്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാടി അവിടെയൊക്കെ കലാമണ്ഡലത്തിൽ കേട്ടാ. നീ പറഞ്ഞില്ല ആരോ കൂടി എൻ്റെ അടുത്ത് കളിക്കാനായിട്ട്? എൻ്റെ പൊന്നമ്മച്ച, നിങ്ങളുടെ കളിക്കഥ നിർത്ത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മാത്രമേ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ, ബാക്കി ഒരു അന്തസ്സായിട്ടല്ലേ ഇപ്പോൾ പഠിച്ചിറങ്ങുന്നത്? അല്ല, കലാമണ്ഡലത്തിൻ്റെ മാനേജ്മെന്റ് അവിടെ ജോലി ചെയ്യുന്നവരെ നിങ്ങളൊന്ന് പറയണേ. ഇവര് മാത്രമേ അവിടുന്ന് പഠിച്ചെന്നല്ല, വേറെയാ പറയുന്നുണ്ട്, പഠിച്ചിറങ്ങുന്നതിനകത്ത് ഇവര് മാത്രമേ അന്തസ്സായിട്ട് ഇറങ്ങുന്നുള്ളൂ, ബാക്കി ആരും അവിടുന്ന് അന്തസ്സായിട്ടല്ലേ ഇറങ്ങുന്നേ? അല്ല, ഇവരുടെ പുച്ഛമൊന്ന് നോക്കണേ. ഇവരെത്ര ചില ജന്മങ്ങൾ ഇങ്ങനെയാ അല്ലേ? എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. വീണ്ടും വീണ്ടും സ്ത്രീയെ, നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ? നിങ്ങൾ കലാമണ്ഡലത്തിനാണോ പഠിച്ചിറങ്ങിയത്, ഊളംപാറയെന്നാണോ പഠിച്ചിറങ്ങിയത്? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താ? തിന്നതെല്ലാം കൂടെ കുത്തുന്നു അകത്ത് കിടന്ന്. ബാക്കി കേൾക്കാം. നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത്. പിന്നെ എന്താ കളിക്കാൻ വയ്യാത്ത? എന്താ സംശയമുണ്ടോ നിനക്ക്? നിന്റെ നാട്ടിലൊരു പരിപാടിക്ക് എന്നെ വിളിക്കും, ഞാൻ വന്ന് കളിക്കാം. നീ എന്നെ പറഞ്ഞതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിനക്ക് കിട്ടിയോ? നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി. ശരിയാണോ? മറന്നാ നീ അതൊക്കെ? ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്നു വിചാരിച്ചാ? അതിനാടി ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുള്ളത്. ദൈവം എന്ന് പറയുന്നൊരു ശക്തിയുണ്ട് ചേച്ചി. അതുകൊണ്ടാണ് വീണ്ടും നിങ്ങളെ കൊണ്ട് ഈ വിടുവായുത്തരം പറയിപ്പിച്ചുകൊണ്ട് ദൈവം ഇറക്കിയത് നിങ്ങളെ കളിക്കളത്തിലേക്ക്. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഉപ്പും മുളകും ആ സീരിയലുമായി ബന്ധപ്പെട്ട് ഈ ശ്രീകുമാറിനെതിരെയൊക്കെ ഒരു കേസ് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. ഇവരുടെ ഈ സോക്കേടൊക്കെ കഴിഞ്ഞ സമയത്താണ് അത് വരുന്നത്. അതും നിങ്ങളുടെ വിഷയമായിട്ട് കണക്ട് ചെയ്യുന്നത് അത് എങ്ങനെയാണ്? സ്ത്രീയെ എന്തിൻ്റെ അർത്ഥത്തിലാണ് നിങ്ങൾ അത് രണ്ടും തമ്മിൽ അങ്ങോട്ട്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. മനസ്സിലായോ? ശ്രീകുമാറിൻ്റെ കേസ് ഇതിലായിട്ടും ഒന്നും നമുക്കറിയത്തില്ല. കേസുണ്ട് എന്ന് പറയപ്പെടുന്നു. ഓക്കെ, നമ്മളൊന്നും കണ്ടിട്ടില്ല. മനസ്സിലായോ? കോടതി പോലും അയാളെ പിടിച്ച് ജയിലിലൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിരിപ്പ് ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടതാണ്. നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന എന്താണെന്ന് പിടികിട്ടിയോ? അതുകൊണ്ട് പിന്നെ നിങ്ങൾ വലിയ കഥയും പറഞ്ഞുകൊണ്ട് ഇറങ്ങല്ലേ. ബാക്കി എന്താ അറിയാം, ഒരാളെ അറിയാതെ ഒന്നും നീ പറയരുത്. ഞാൻ അങ്ങനെയാണ്. എനിക്കൊരു വ്യക്തിനെ കുറിച്ച് പൂർണ്ണമായ ശരിക്ക് സത്യം അറിഞ്ഞാലേ ഞാൻ ഒരാളെ കുറിച്ച് പറയുള്ളൂ, അല്ലാതെ ഞാൻ പറയില്ല. നീ അതാണോ ചെയ്തേ? നീ എൻ്റെ ആ കേസിൻ്റെ സമയത്ത് നീ എനിക്കിട്ടങ്ങ് പൂശി. അപ്പം എനിക്ക് ഈ പള്ളിയും മതി, നിർത്ത്. നിങ്ങൾക്കിട്ടങ്ങ് പൂശിയല്ലയോ? നിങ്ങൾ അതിന് മുന്നേ ഒരു ഡയലോഗ് അടിച്ചല്ലോ, ഒരാളെ പറ്റി നന്നായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ എന്നല്ലേ? അങ്ങനെ നിങ്ങൾ സംസാരിക്കാറുള്ളൂ. എന്നിട്ടാണോ സ്ത്രീയെ നിങ്ങൾ വന്നിരുന്ന് ആ കേസിന്റെ കാര്യം ഇവിടെ എടുത്തിട്ടത്? ഈ സ്നേഹ എന്ന് പറയുന്ന ആൾ നിങ്ങൾക്കെതിരെ ഒരു പോസ്റ്റ് എഴുതിയതിന് നിങ്ങൾ ഇത്രയും കിടന്നുകൊണ്ട് അവരുടെ ബോഡി ഷേമിങ് വരെ നടത്തുന്നത്? നിങ്ങൾക്കുള്ളതാ, നിങ്ങളുടെ ബ്ലഡിലുള്ളതാന്ന് തോന്നുന്നു ഈ ബോഡി ഷേമിങ്. കറുപ്പ്, വെളുപ്പ്, ഉണ്ടക്കണ്ണ്, പച്ചക്കണ്ണ്, ഇതൊക്കെ നിങ്ങളുടെ ബ്ലഡിലുള്ളതാണ്. ഇതൊക്കെ നിങ്ങളുടെ ജനറ്റിക്കായിട്ടുള്ള നിങ്ങളുടെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളെ പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. ഒന്നോ നിങ്ങൾക്ക് പ്രായമുണ്ട്, ആ പ്രായത്തിനെ ബഹുമാനിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന കേട്ട് കഴിഞ്ഞാൽ ബഹുമാനിക്കാനല്ല തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും, കുറച്ചേ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ ആ പ്രായം കണക്കാക്കി. ബാക്കി കുറച്ചും കൂടെ കേട്ടോ. ഇനി അവർ ദൈവത്തിനെ കുരിശിനെയൊക്കെ പിടിച്ച് ഇറക്കുന്നുണ്ട് കേട്ടോ. കോടയും കൊട്ടും വാദ്യമൊക്കെ എൻ്റെ വീടിൻ്റെ നടയിൽ കൂടി പോകട്ടാ. നീ മുഖത്ത് ചായം തേച്ചവരെല്ലാവരും ഒക്കണോടി കേട്ടാ. അത് നീ ആദ്യം പഠിച്ചോ. ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട്. അതെന്താണോ നിനക്കില്ലാത്ത? നിൻ്റെ ഏറ്റവും വലിയ തൊഴിൽ മറിമായത്തിൽ തുള്ളണമാണ്, അഭിനയിച്ചുകൊണ്ടിറങ്ങണം. അപ്പം അത് ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം. വലിയ ആർട്ടിസ്റ്റായിട്ട് നിന്നെ എന്താ ഉർവശി ശാരദ എന്ന് ആരും വിളിക്കാത്ത?
വലിയ നടിമാരൊക്കെ നമുക്കുണ്ടല്ലോ, അവരെ പേര് നിനക്ക് ഇടട്ടെ ഞാൻ എന്നാ പിന്നെ. നിനക്ക് അതിനകത്ത് വേറൊരു പേരാണ്, നിൻ്റെ പേര് പോലും അല്ലല്ലോ മറിമായത്തിൽ. നിനക്ക് പറ്റിയ പേര് തന്നെ, നിൻ്റെ ഇപ്പോഴത്തെ ഫിഗറിന് പറ്റിയ പേരെ നിനക്ക് ഇട്ടേക്കണം അവർ. കേട്ടല്ലോ ബോഡി ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ബോഡി ഷേപ്പിംഗ്. അത് പോട്ടെ, ഈ ഉർവശി ശാരദ അവരൊക്കെ നേരത്തെ ഉണ്ട് ചേച്ചി. ആ സെയിം പേരെന്തിനാ സ്നേഹയ്ക്ക് ഇടുന്നത്? സ്നേഹയ്ക്ക് സ്നേഹ എന്നുള്ള പേര് ഉണ്ടല്ലോ, പിന്നെന്തിനാ ഇനി ഉർവശി മേനക രംഭത്തിലോത്തമ? അതിൻ്റെ ആവശ്യം എന്താ? അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അവരുടെ ലാസ്റ്റത്തെ ആ ഒരു വർത്താനത്തിൽ നിന്ന് ചായം പൂശിയവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, മനസ്സിലായോ? ഒറ്റക്കെട്ടായിട്ട്. അതായത് ഇവരെന്ത് തന്തയില്ലായ്മ വിളിച്ച് പറഞ്ഞാലും ചായം പൂശിയവരെല്ലാവരും ഇവരെ അങ്ങോട്ട് കൈകോർത്ത് നിർത്തണം. എന്നിട്ട് മോളെ സത്യഭാമേ നീയാടി ചൂപ്പർ, നീ പറഞ്ഞതാടി ശരി എന്നും പറഞ്ഞ് ചെയ്യും വിളിച്ച് പുറകെ അടക്കണം. അത് കണ്ടില്ല. സ്നേഹമൊന്നും അത് ചെയ്തില്ല. സ്നേഹം മാത്രമല്ല, ഒരുപാട് കലാകാരന്മാർ ഇവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ വായിന്ന് വീഴുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവരെന്ത് പറഞ്ഞാലും ചായം പൂശിയവരെല്ലാവരും നേരെ വന്ന് ഇവരെ കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ചിട്ട് ചേച്ചി പറഞ്ഞത് ശരി എന്നും പറഞ്ഞ് പുറകെ നടക്കണമെന്നാണ്. ചേച്ചി അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം തീരുമാനമാകും, മനസ്സിലായോ? അങ്ങനെ ആരെങ്കിലും കാണും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അയ്യേ കറപ്പയ്യേ വെളുപ്പ് മറ്റേ സെറ്റപ്പ് ആരെങ്കിലും ഒക്കെ കാണും. പക്ഷെ നിങ്ങളെ പോലെ വിവരക്കേട് മനസ്സിൽ കാണുമെങ്കിൽ ആരും പുറത്തു പറയത്തില്ല. കാരണം അത് വിവരക്കേടാന്ന് അവർക്കറിയാം. പണി പാളും. സ്ത്രീയെ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കൊരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ മാറ്റം വന്ന് കാണുമായിരിക്കുമെന്ന്. എവിടുന്ന്? അടുത്ത റൗണ്ട് തെറി കിട്ടാൻ വന്നേക്കുക. പ്രിയപ്പെട്ടവരെ, വീഡിയോ കാണുന്ന എല്ലാവരും അമ്മച്ചിയുടെ ആഗ്രഹമാണ്, പറ്റുന്ന പോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റുകൾ നിറയ്ക്കണേ കേട്ടോ. ചേച്ചിക്ക് ആഗ്രഹിച്ച് ഇത്രയും കാട്ടായം കാണിക്കുന്നത്. അപ്പം നമ്മളായിട്ട് കൊടുക്കണ്ടേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. ഞാൻ ഈ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് മറ്റേ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ.